ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തരാം. ഞാൻ അവിടെ തക്കാഫുൽ ഫോം ഫില്ല് ചെയ്തവർ ഉസ്താദവരുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ സൗകര്യമുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിലുള്ള തസ്ബീഹ് മാല ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുത്ത് സന്തോഷിപ്പിക്കാവുന്നതാണ്. കയ്യിലുള്ള ഹദിയകളൊക്കെ നിങ്ങൾ എല്ലാവരും കൊടുക്കണം. നമ്മൾ കാര്യമായിട്ട് ഈ പരിപാടിയിൽ വേറെ കളക്ഷനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് കയ്യിലുള്ള പരമാവധി സംഖ്യകൾ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയ തസ്ബീഹ് മാല ഉസ്താദിന്റെ കയ്യിലൊന്ന് മുട്ടിച്ച് ബർക്കത്തെടുക്കാവുന്നതാണ് എന്ന് പ്രത്യേകം എല്ലാവരോടും അറിയിക്കും. നിങ്ങളുടെ കയ്യിലുള്ള തസ്ബീഹ് മാല ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുത്ത് സന്തോഷിപ്പിക്കാവുന്നതാണ്. കയ്യിലുള്ള ഹദിയകളൊക്കെ നിങ്ങൾ എല്ലാവരും കൊടുക്കണം. നമ്മൾ കാര്യമായിട്ട് ഈ പരിപാടിയിൽ വേറെ കളക്ഷനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് കയ്യിലുള്ള പരമാവധി സംഖ്യകൾ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയ തസ്ബീഹ് മാല ഉസ്താദിന്റെ കയ്യിലൊന്ന് മുട്ടിച്ച് ബർക്കത്തെടുക്കാവുന്നതാണ് എന്ന് പ്രത്യേകം എല്ലാവരോടും അറിയിക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടുത്തെ ബർക്കത്ത് ഏതാണ്? മാല കൊണ്ടുപോയിട്ട് മുട്ടിക്കലാണ്. അപ്പോൾ തിരക്കാണ്, മുട്ടിക്കാൻ പറ്റില്ലെങ്കിൽ മുട്ടിച്ച മാലമ്മ മുട്ടിച്ചാൽ മതിയോ? പണ്ടൊരാൾ പറഞ്ഞു അത്രേ, AP ഉസ്താദിനെ തൊട്ട് മുത്തിയോ, അങ്ങനെ കയ്യൊക്കെ പിടിച്ച് കടിക്കും എന്നൊക്കെ ചെയ്യുമല്ലോ, അത് ചെയ്തോ? ഇല്ല, ഞാൻ AP ഉസ്താദിൻ്റെ കാറിനെ തൊട്ട് മുത്തി എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു അത്രേ. അതേപോലെ ഈ ബർക്കത്ത്, ഈ AP ഉസ്താദിൻ്റെ കയ്യും എന്ത് ബർക്കത്താണുള്ളത്? പറ സഹോദരന്മാർ, എന്ത് ബർക്കത്താണുള്ളത്? ഇനി അവിടെ ഒരു ദസ്മിമാല കൊടുത്തിട്ടുണ്ട് പറഞ്ഞു, അത് പൈസ കൊടുത്തിട്ടേ അവർ കൊടുക്കുകയുള്ളൂ, അല്ലാതെ വെറുതെ ഒന്നും ഒരു സാധനവും കൊടുക്കില്ല. പുറത്ത് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ അല്ല കേട്ടോ, തൊട്ട ഫ്ലോട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശബ്ദമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാല ഇങ്ങനെ മുട്ടിച്ചാൽ ബർക്കത്ത് ഇങ്ങനെ കിട്ടും. നിങ്ങൾ ആ ബർക്കത്ത്, നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടുമ്പോൾ അത് വെറുതെ അല്ല തരുന്നത്, കായിന തരുന്നത്. ഫിക്സഡ് റേറ്റ് ഇല്ല, നിങ്ങൾക്ക് എത്ര ഇടാം. അപ്പുറത്ത് ഒരു ബക്കറ്റ് വെച്ചിരിക്കുക, നിങ്ങൾ ബക്കറ്റ് കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള ബർക്കത്തെടുപ്പിക്കലാണ് ഇവരുടെ മെയിൻ എന്നുള്ളതാണ്. അത് പറയാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. യൂട്യൂബിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ചില വീഡിയോകളൊക്കെ ഒഴിവായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഈ ബർക്കത്ത് എടുക്കൽ, ബർക്കത്ത് മാത്രമായിട്ട് ആരും വെറുതെ കൊടുക്കണില്ല, പണമാണ് മെയിന്. ഇനി നമുക്ക് പണം വാങ്ങുന്ന വേറൊരു കാര്യം കാണാം, നോക്കാണി. ഇപ്പൊ ദ്വാരക്കൂല, വേറെ ദ്വാരക്കണം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൈസ മുസാഫ ടൈം തന്നാൽ മതി, അപ്പൊ നിങ്ങൾ തന്നാൽ മതി. ഇത് ഞാൻ ചോദിക്കുന്നത്, 1000 രൂപ എനിക്ക് എന്റെ ഹബീബിനെ കാണണം, അതിന് ദ്വാരശൻ. ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ ഇവിടെ സംസാരിച്ചു. ആരെ പറ്റി പറഞ്ഞു? റസൂലുള്ളാഹിനെ പറ്റിയല്ലേ പറഞ്ഞു? ആരെങ്കിലും ഗീബത്ത് പറഞ്ഞോ, നമീമത്ത് പറഞ്ഞോ, ഫിത്ന പറഞ്ഞോ? നിങ്ങൾ ഇന്നത്തെ 24 മണിക്കൂറിൽ ഈ 2 മണിക്കൂർ ഒരു ഹറാമില്ലാത്ത മണിക്കൂറല്ലേ? ഈ മണിക്കൂറിന്റെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, കൽബ് നന്നാക്കി തരട്ടെ, ഹൃദയം ശുദ്ധമാക്കി തരട്ടെ, എല്ലാവിധ ഷറിൽ നിന്നും നമ്മളെ കാക്കട്ടെ. ഞാൻ ചോദിക്കാണ്, 1000 രൂപ ആരാന്ന് തുടങ്ങിത്തരാം? 1000 രൂപ തരാൻ ആർക്കെങ്കിലും പറ്റും? ഞാൻ ഇടങ്ങാണ്, ഇവിടുത്തെ സന്ദർഭവും സാഹചര്യവും ഇവിടുത്തെ ആളൊന്നും എനിക്കറിയില്ല. ആരാ? മാഷാ അല്ലാഹ്, നസീർ. നിങ്ങളൊക്കെ കുട്ടികൾ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. നിങ്ങൾ ദ്വാന്റെ ബർക്കത്ത് കൊണ്ട് ആ തന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. പടച്ചോനെ റബ്ബേ, ആ നസീർ എന്ന് പറയുന്ന സുഹൃത്തിന് ഹബീബായ നബി തങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ, നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ എന്തു പറഞ്ഞാലും ഹബീബിനെ എനിക്ക് കാണണമെന്ന് വിചാരിച്ച് സംഭാവനയേറ്റ ആ കൂട്ടുകാരന് നീ റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുക്കണേ അല്ലാ, ഹബീബിനെ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇനി ആരാളുള്ളത്? ഇനിയുള്ളത് അത് ബഹുരസാണ്. അതിന് മുമ്പേ ഇവിടെ പൈസ കൊടുത്താലേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ബർക്കത്ത് മുട്ടിക്കൽ, ബർക്കത്ത് കൊടുത്തിട്ട് കയ്യുമ്മ മുട്ടിക്കൽ പൈസക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഫിക്സഡ് റേറ്റ് ഇല്ല. ഇവിടെ 1000 തുടക്കമാണ്. 1000 മേലെയും കൊടുക്കാം കേട്ടോ. 1000 ആരാണ് 1000 തരാനുള്ളത്? അവിടെ നസീർ നീച്ചുന്നിട്ട് ഉസ്താദേ 1000. ഈ 1000 കൊടുക്കുമ്പോൾ തുടങ്ങിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ, ഒരു 1000 കൊടുത്താലേ ദുആ ഉള്ളൂ. എന്നിട്ടോ അത് ഭയങ്കര ഒരു ആളുകളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഒരു ദുആയിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇനി കാണാനുള്ളത്. കണ്ടോ കാണി. മാഷാ അല്ലാഹ്, യൂസുഫ് സഖാഫി ഉസ്താദ്. പടച്ചോനെ, എല്ലാവരും ഞാനിത് പറയുന്നത് നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളൊന്നും ചിന്തിക്കരുത്. ഒരു 5 മിനിറ്റ് സമയം നമ്മളെ കൽബ് റസൂലുള്ള പച്ചക്കുബ്ബ ഇങ്ങനെ കരുത, എന്നിട്ട് ആമീൻ പറയാ. പടച്ചോനെ, നിങ്ങൾ പച്ചക്കുബ്ബ ഇങ്ങനെ കരുതിക്കോളിയും, എന്നിട്ട് ഇങ്ങനെ ആമീൻ പറഞ്ഞോളിയും. യൂസുഫ് ഉസ്താദാണ് കൊടുത്തിക്കണത്. യൂസുഫ് ഉസ്താദ് കൊടുത്തു, യൂസുഫ് ഉസ്താദിന് കൊടുക്കാമല്ലോ, വെറുതെ ഇഷ്ടം പോലെ കയ്യിലുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പച്ചക്കുബ്ബ ഇങ്ങനെ മനസ്സിൽ കണ്ടോളി, എന്നിട്ട് ഇങ്ങനെ ആമീൻ പറഞ്ഞോളിയും. ഇനി ആരാ കൊടുക്കാൻ നോക്കാം? എത്തിക്കണം എന്ന് പറയാം. ഈ സംഭാവന ചെയ്തതിന്റെ പേരിൽ ഈ കൂട്ടുകാരൊക്കെ മദീനത്തേക്ക് എത്തിയാൽ അതിന്റെ ഒരു ഷെയർ നമ്മൾ ആമീന് കിട്ടൂലേ? അത് ഇഖ്ലാസോട് ആമീൻ പറയാം. നമുക്കൊന്നും ഇഖ്ലാസില്ല, ഞാൻ നിങ്ങളെക്കാൾ മോശം തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്.
പ്രത്യേകം പറയണ്ട, അറിയാം നിങ്ങൾക്ക് ഇഖ്ലാസ് ഇല്ല എന്നുള്ളത് മറ്റൊന്ന്, പിന്നെ ആ ഇരിക്കണതിനേക്കാളും മോശമാണ് നിങ്ങൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞോളി. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെയുടെ സ്റ്റേജിൽ ഇരിക്കുന്നു എന്ന് മാത്രം. അള്ളാഹു നമ്മളൊക്കെ മുത്തൈദുകളായ വായിലുകളിൽ പെടുത്തട്ടെ, മുഖ്ലിസീങ്ങളിൽ പെടുത്തട്ടെ. പടച്ചോനെ, ബഹുമാനപ്പെട്ട യൂസുഫ് സഖാഫി, പടച്ചോനെ റബ്ബേ, ഹബീബായ നബിതങ്ങളെ കാണിച്ചു കൊടുക്കണേ അല്ലാ, നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാര് ജീവിച്ചിരിപ്പുണ്ട്. അവരെ മുഖത്തേക്ക് നോക്കുമ്പോ പോലും വല്ലാത്ത ഗ്ലാമറാണ്. പടച്ചോനെ, അപ്പൊ റസൂലുള്ളാഹിക്ക് എന്തൊരു ചന്തമായിരിക്കും. ഞങ്ങളെ കണ്ണ് വൃത്തികെട്ടതാണെങ്കിലും, ഞങ്ങളെ കൽബ് മോശമാണെങ്കിലും നീ ഒന്ന് കാണിച്ചു താ അല്ലാ, നീ ഒന്ന് കാണിച്ചു താ അല്ലാ. ഇനി ആരാളുണ്ട്? ഇഖ്ബാൽ, മാഷാ അല്ലാഹ് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഹിമമി ഉസ്താദ് ഇഖ്ബാൽ, ഫാറൂഖ് സഖാഫി ഉസ്താദ്, ഹിമമി ഉസ്താദ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, എനിക്ക് ഭയങ്കര അത്ഭുതമായി. യൂസുഫ് സഖാഫി, ഇവരൊക്കെ ഉസ്താദുമാരാണ്, വലിയ ശമ്പളമുള്ള ആളുകളൊന്നും അല്ല ഇവരൊക്കെ ഈ തരുന്നത്. അത് എന്റെ ഈ കോപ്രായത്തം കണ്ടിട്ടൊന്നുമല്ല, പറഞ്ഞ മാറ്റം. മൂപ്പര് കോപ്പറേറ്റീവ് കാട്ടുന്നുള്ളത് മൂപ്പരിക്ക് അറിയാം, മൂപ്പരിക്ക് യോഗ്യത അല്ല എന്നുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഇനി ഇതിലെ തരീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു നസീർ കൊടുത്തു, പിന്നുള്ളത് കംപ്ലീറ്റ് കൊടുക്കുന്നത് ഹിമമി ഉസ്താദും അതുപോലെ തന്നെ യൂസുഫ് സഖാഫിയും മറ്റേ സഖാഫിയും. ഇതെന്താ സംഭവം എന്നറിയോ? അതൊരു നാടകത്തിൻ്റെ ഭാഗമാണ്. ഇവർ ആയിരച്ചുകൊണ്ട് കൊടുത്താൽ ബാക്കിയുള്ളവരൊക്കെ കൊടുത്തോളും. അതായത് നമ്മൾ കൈമടക്ക് കൊടുക്കുന്ന ആളുകളാണല്ലോ ഇപ്പോൾ ഈ കൊടുക്കണേ, പിന്നെന്താ അമ്മക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തോളൂ. നിങ്ങളിങ്ങനെ കൊടുത്തോളി, നിങ്ങളിങ്ങനെ വാങ്ങുകയും ചെയ്തോളി. അപ്പോൾ റസൂലിനെ കാണാൻ നിങ്ങളാരും ഈ മൊയിലേക്കന്മാർക്ക് പൈസ കൊടുക്കണ്ട, അതിൻ്റെ പേരിൽ കാണൂല്ല, ഉറപ്പാണ്. അത് പറയാന്ന് കിട്ടൂല. ഈ തരികിടകളുടെ വർത്തമാനം കേട്ടിട്ട് അതിനൊരു സാഹചര്യം നിങ്ങൾക്ക് കയറില്ല. നിങ്ങൾ അള്ളാഹുവിനോട് ദിനേന പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടിയിട്ട് നിരന്തരം സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ശിർക്കും ബിദഅത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുക. അള്ളാഹു ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്നാണ് പറയുവാനുള്ളത്. ദുആക്ക് പൈസ വാങ്ങിയിട്ട് ഇത് കൂലിക്ക് ദുആ ചെയ്യാൻ നടക്കണ ഈ കൂലിപ്പണിക്കാരുണ്ടല്ലോ, ഓലയും കൊണ്ട് നടന്നാൽ നിങ്ങളെ കാര്യം കട്ടപ്പുകയാണ് എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.